എടാ പാമ്പ് കടിച്ച എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്. അല്ലേ? ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാനും അവസ്ഥയില. നിനക്കെന്താ അവസ്ഥ? അല്ല, മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. അവൾ എന്നെ അച്ഛ എന്ന് വിളിക്കണ്ട, മൈത്രയൻ എന്ന് വിളിച്ചാ മതി. ഇത് വെറും ഗിമ്മിക്കാ. വേണ്ട വേണ്ട, ഇവനെ വിട്ടുകളി. ഇത് ജീവിതത്തിനെ പറ്റി അടിസ്ഥാനപരമായ അറിവില്ലാത്ത ഒരു മനുഷ്യന്റെ വരികൾ മാത്രമാണ്. ദേവൻ നിസ്സാരക്കാരനല്ല. ഒടുക്കം താൻ തലച്ചോറെന്നും പറഞ്ഞു കൊണ്ട് കിടക്കുന്ന ഈ ചകിരിച്ചോറ് കൊലച്ചോറാകും, പറഞ്ഞേക്കാം. സമത്വമുള്ള മനുഷ്യരായി എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഞങ്ങൾക്ക് മുന്നില് നിങ്ങളെപ്പോലുള്ള ആരും ഒരിക്കലും മോഡലാകാനൊക്കത്തില്ല. എൻ്റെ അച്ഛനോ അമ്മയോ ആർക്കും. ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം, മനസ്സിലാക്കാം. വിമർശിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും യോഗ്യത ഉണ്ടാകത്തേയില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അച്ഛനായിട്ടിരിക്കുന്ന അവിടെ ഒരാള് എന്ത് യോഗ്യതയാണ് മനുഷ്യൻ എന്നുള്ള നിലവാരത്തിൽ എന്നോട് സംസാരിക്കാൻ? കാര്യമുണ്ട്. ആ ജീവിതം തന്നെ ഇന്ന് അപ്രസക്തമാണ്. എന്റെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് പഠിച്ചാൽ മതി, അല്ലാതെ എന്റെ ജീവിതത്തിന്റെ ശരിതെറ്റുകളെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എന്താ ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടെ? പടക്കമല്ല സാർ, എന്റെ കരണം പൊട്ടിയ ശബ്ദം കേട്ടത്. ഒരാൾ ഉണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ സെക്യൂരിറ്റി ഫീലിംഗ് മനുഷ്യന് ജീവിതത്തിന്റെ അവസാനം വരെ വേണ്ടതല്ലേ? വേണം. അത് എവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ പറയരുത്. അല്ല, ആ വിവാഹം കൊണ്ടത് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇതുകൊണ്ട് കിട്ടുന്നുണ്ടോ? പണിശമായിട്ടും കിട്ടുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ അതുകൊണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നേ. ഈ ഇരിക്കുന്ന ഈ അച്ഛനെ ഞാൻ കൗൺസിൽ ചെയ്യേണ്ടി വരാതിരിക്കേണ്ട ഏക കാര്യം അയാൾക്കൊരു ഭാര്യ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ കൗൺസിൽ ചെയ്യേണ്ടി വന്നേനെ. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. ആധുനിക പൗരന്മാരായ ആൾക്കാർ സ്വന്തം ഇണയെ കണ്ടെത്തേണ്ടത് അവർ മാത്രമാണ്. വീട്ടുകാർ അതിനകത്ത് രണ്ടാം തരം പൗരന്മാരാണ്. ഇപ്പോഴത്തെ മാരേജിലും പരസ്പരം അവരവര് തന്നെയല്ലേ തെരഞ്ഞെടുക്കൽ നടത്തുന്നത്. നിങ്ങളെ പെണ്ണ് കണ്ടിട്ടുണ്ടാവും. എന്തുവാണ് കണ്ടത്? എനിക്കെന്തോ പോലെ ഞങ്ങള് രണ്ടുപേരും കോമൺ ആയി ഒരു സ്ഥലത്ത് പോയി കണ്ടായിരുന്നു. നിങ്ങൾ അപ്പൊ വേണോ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭാര്യയാണോ? ഭാര്യയായിരിക്കുന്ന ആളിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് കണ്ടതെന്നാ എന്നോട് പറയേണ്ടത്. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തെരഞ്ഞെടുക്കുന്നതിന് ആരും നിശ്ചയിച്ചിട്ടില്ല, പ്രണയിക്കുന്നതിന് നിശ്ചയിച്ചിട്ടില്ല. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആളാണ്. എന്നെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഒരു നിലപാട് ഞാൻ എടുക്കത്തില്ല. അബദ്ധം പറ്റിയല്ലേ? യോഗ്യതയില്ല. അതായിക്കോട്ടെ. സ്ത്രീയോടൊത്ത് ജീവിക്കുകയാണെങ്കിൽ എന്നോട് വേണ്ടിയാ മതി. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഞാൻ ജീവനും കൊണ്ട് ഓടി, പുറകെ അവരും ഓടി. പഴയ ഫ്രണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും? കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ് ഞാൻ. ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് പൊട്ടി വീണ ആളല്ല. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഭാര്യയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഭാര്യ എന്നുള്ളത് വെറും നോമൻക്ലേച്ചർ ആണ്. പിന്നെ അതേ ഉള്ളു. പിന്നെ അവര് നല്ല ഭാര്യ പോലും അല്ല. നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചോദിക്കാം. നിങ്ങൾ ഭർത്താവായിട്ട് ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചേനെ. പക്ഷേ നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കത് ചോദിക്കാൻ പറ്റത്തില്ല. നല്ല ഭാര്യയാണോ അല്ലയോ? നല്ല ഭാര്യയാണെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇടപെടുക, പിന്നെ അടുത്തൂൺ പറ്റുക, ഇതൊക്കെ രാജാവ് സങ്കല്പമല്ലേ? അതെങ്ങനെ പൗരന് ശരിയാകും? ഈ പറയുന്ന വരിക്ക് വീണ്ടും അർത്ഥമില്ലാതെ പറയുന്ന വരികളാണ്. ഓപ്പോസിഷന് വേണ്ടി പറയാമെന്നുള്ളതല്ലാതെ അർത്ഥശൂന്യമാണത്. എല്ലാരും അങ്ങനെയല്ലേ? അപ്പോഴ അല്ല. വീട്ടുകാരും നാട്ടുകാരും കുടുംബ കോടതിയും പോലീസും കൂടെ ചേർന്നിട്ടാണ് നിങ്ങളെ ചേർത്ത് നിർത്തുന്നത്. നിങ്ങൾ അത് പൂർണ്ണമായിട്ടും പറ്റത്തില്ലേ? എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം എന്താടാ? മാത്രമല്ലേ താങ്കൾ പിന്നെ മൈത്രേനെ കണ്ടതും ആ കാണുക എന്ന് കാണുന്നപോലെയാണോ എന്നെ പെണ്ണ് കാണാൻ വരുന്നത്? അത് രണ്ടുപേരും പോലെയാണോ? സംഭവിച്ചു. മരവണ്ടി കുറെ പൊക്കമുണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല. കാഴ്ചക്കല്ലേ നമ്മൾ ആ ടെർമിനോളജി ഇത്ര അഭിരമിക്കുന്നു. ടെർമിനോളജി ആണോ? നിങ്ങൾക്ക് നാണമുണ്ടോ ഇത് പറയാൻ? നിങ്ങൾ മൈത്രേയൻ പറഞ്ഞതുപോലെയാണ് ഭൂരിപക്ഷം പെണ്ണ് കാണൽ ചടങ്ങുകളുടെയും അവസ്ഥ. അങ്ങനെ അവർക്ക് വിരോധമില്ല. അവർക്ക് വിരോധം ഉണ്ടെന്ന് പശുവിനോട് ചോദിച്ചാൽ ഒരു വിരോധവും ഇല്ല. കുടുംബത്തിനെ കളഞ്ഞങ്ങ് പോവുക, കുറച്ചു നാൾ ഒരാളുടെ കൂടെ താമസിക്കുക, പിന്നെ ജനിപ്പിക്കുക, അത് കളയുക. ഇതാണോ സെൽഫ്? ഇതല്ല, ഇത് കുടുംബ കോടതി നിങ്ങൾ പോയി ചോദിച്ചാൽ മതി, എന്നോടല്ല. വല്ലതും പറ്റിയാ?
നിങ്ങൾ ആധുനികമായ മനുഷ്യരാണ്, ആധുനിക കുടുംബമാണ്. അതിനെ തിരിച്ചറിയാനുള്ള അറിവാണ് നിങ്ങൾ ഇവിടുന്ന് നേടേണ്ടത്. എനിക്ക് തോന്നുന്നത് അതിന് പകരം നിങ്ങളുടെ യൂസ്ലെസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റ്സ് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ, ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരതമാതാക്കി ജയ്. ഞാനൊരു മനുഷ്യനാണ്, നിങ്ങൾ മനുഷ്യനാണെന്നുള്ളത് തെളിയിക്കേണ്ടില്ല, അംഗീകരിക്കണം. തെളിയിക്കേണ്ടി വരും. കല്യാണം കഴിച്ചിട്ട് എത്ര കുടുംബത്തെ അതുകൊണ്ട് അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം മോശം, ബാക്കിയുള്ളവരെല്ലാം തെറ്റ്, അതൊരു ധാർഷ്ട്യത്തിന്റെ ഭാഷയല്ലേ സാറേ? എനിക്ക് ധാർഷ്ട്യമുള്ള ആളാണ്, അത് ഞാൻ വിട്ടുവീഴ്ച ചെയ്യത്തില്ല. സ്വന്തം ജീവിതത്തിനകത്ത് ജീവിക്കാതെ വന്ന് ലൈസൻസ് ഇല്ല അച്ഛാ, ലൈസൻസ് ഇല്ല അച്ഛാ. ഇപ്പൊ പറഞ്ഞല്ലോ ജയശ്രീ 1-2 പ്രണയങ്ങളിൽ ഉണ്ടായിരുന്നു, പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ജയശ്രീ തന്നെ പറഞ്ഞല്ലോ. ഇത് കേൾക്കുമ്പോൾ സംയമനത്തോടു കൂടി ഇരിക്കുന്ന ഒരു ഭർത്താവിനെ ആധുനിക കുടുംബത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റും? അവർ ട്രെയിൻഡ് അല്ല, ഇത് ട്രെയിൻഡ് ആണ്, അത്രേ ഉള്ളൂ. ഇത് കിട്ടണത് നീ മേടിച്ചോ? ഞാൻ താങ്കളുടെ വാക്കാണ് കടമ. ആരാണ്? അമ്മയും അച്ഛനും നാട്ടുകാരും കൂടെ ട്രെയിൻ ചെയ്ത ഒരു ജീവിയാണ് അത്. അതുപോലെ മിണ്ടും. അസംബ്ലി പിരിച്ചുവിട്ടു. ആ വാക്കേ ഞാൻ പറഞ്ഞുള്ളൂ. ആരെ ട്രെയിൻ പറഞ്ഞില്ല. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കാണുന്ന ഒരാളോട് അങ്ങനെ പ്രണയം അങ്ങനെ സംഭവിച്ചിട്ടില്ല. സത്യമാണോ ഈ പറയുന്നത്? ഭർത്താവ് ഉള്ളിടത്തോളം അത് പബ്ലിക്കായി പറയാനുള്ള ഭയം കൊണ്ടും അല്ല, പക്ഷെ നടന്നു പോകുന്നതിൽ അല്ല, ഡെഫിനറ്റ്ലി നമ്മൾ ആ വ്യവസ്ഥക്കകത്ത് നിൽക്കുമ്പോൾ ഉണ്ട്. ഇത് ജയന്റെ സിനിമ പോലെയല്ല, കരിവരുണ്ട ജീവിതങ്ങളെ. ശാരീരികമായ ഒരു ആകർഷണം തോന്നി ബന്ധപ്പെട്ടാൽ ഭർത്താവിനോട് പറയോ? ശാരീരിക ആകർഷണം തോന്നിയിട്ടുമില്ല, ബന്ധപ്പെട്ടിട്ടില്ല. ചത്താലും ഉണ്ടാകത്തില്ല. എന്തിന് നെറ്റിയിൽ പൊട്ട് താലി ഇടുന്നു. ആ ആചാരങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്. എന്ത് വിശ്വാസമാ? ഇത് ചാപ്പകുത്തിയതല്ല. ചാപ്പയാണത്. അല്ല, ചാപ്പകുത്തിയതല്ല. അല്ല, കുത്തി വിട്ടിരിക്കുകയാണ്. ചന്തിക്ക് കൊണ്ടുപോകുന്നോ നോക്കിയാ മാത്രം മതി. ശിവനേ, അല്ലെ ചോദ്യം ഇതാണ്. അല്ലല്ല, ഇത് തൊട്ടാൽ ഇച്ചിരി ചന്തമുണ്ട് കാണാൻ, എന്ത് അത് ചന്തമാണ്? തൊട്ടതാ, അല്ലാതെ ഭർത്താവുണ്ട് എന്ന് കാണിക്കാനല്ല. 2 വെടിയുണ്ട നെറ്റി കയറിയത് പോലുള്ള പടവേ ഉള്ളു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ചാന്ത് തൊട്ടു എന്നത് പോലും ഞാൻ കമ്മിറ്റഡ് ആണ് ഇൻ ലവ്. സോ എന്നെ നിങ്ങൾ നോക്കരുതില്ല, ഞാൻ കമ്മിറ്റഡ് ടു ലവ് എ പേഴ്സൺ. നെറ്റിക്കുണ്ടല്ലോ. പഴയകാല കുടുംബ വ്യവസ്ഥയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതൊരു മാറ്റം സാധ്യമല്ലേ? സാധ്യമല്ല. അതുകൊണ്ടാണ് 2000 വർഷം അത് ഓടിയത്. കല്യാണം കഴിക്കാതിരിക്കുന്ന ഈ അച്ഛന്മാര് എങ്ങനെയാണ് ഈ സ്ത്രീകൾ ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? കുടുംബത്തിൽ നീ ഇങ്ങനെ കരയല്ലേ? ആണുങ്ങളായ കൺട്രോള് വേണം. എന്തിനാണ് മാഡം തൂക്കുന്ന ഇതിട്ടിരിക്കുന്നത്? ആരെയെങ്കിലും പ്രലോഭിപ്പിക്കാനാണോ അതോ കാഴ്ച വസ്തുവായി നിൽക്കാനാണോ? പ്രലോഭിപ്പിക്കാനും കൂടിയാണ്. മിക്കവാറും ആണുങ്ങൾക്ക് ഇഷ്ടമാണ് ഇതൊക്കെ ഇടുന്നത്. അതുകൊണ്ട് ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. ആ കാര്യത്തിലൊന്നും നിങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് ഇവിടെ വരാനുള്ള സ്വാതന്ത്ര്യം യാതൊരു സംശയം എനിക്കില്ല. അല്ലെങ്കിൽ ഒരു ഭാര്യയും വരത്തില്ല. നടന്ന കാര്യങ്ങളായി പോയി. ഞങ്ങളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുന്നവരല്ലേ? നിങ്ങൾ ജീവിക്കുന്നുണ്ടാകും. സ്വാതന്ത്ര്യം കാളയും പശുവായിട്ട് ജീവിക്കുന്നുണ്ടാവും. സംവിധാനത്തിൽ വീഴ്ചകൾ ഉണ്ടാവുമ്പോൾ സംവിധാനം തന്നെ വേണ്ട എന്ന് പറയണം. വേണ്ടാന്ന് വെക്കുന്നില്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ വേറെ സംവിധാനം ഉണ്ടാക്കിയത്. എന്നിട്ട് പൂർണ്ണമായോ? അത് പൂർണ്ണമാണ്, പൂർണ്ണമാണ്. ചത്തു പോകുമ്പോ നിങ്ങൾ എഴുതിയാ മതി കഥ. വണ്ടി എടുക്കട്ടെ മോളെ. മാം എന്താണ് ഭാര്യ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ മാം എന്താണ് ഭാര്യ എന്നുള്ളത് ഞാൻ വളർന്നു വന്ന കാലത്ത് എന്റെ ചുറ്റും കണ്ടിരുന്ന ആൾക്കാരുടെ ഇപ്പൊ മാറ്റമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ജനറേഷനിൽ ഒരുപാട് മറുപടി ഞാൻ പറയാം. എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. നിങ്ങൾ ലൈംഗിക തൊഴിലാളി സ്ത്രീകളെ സംഘടിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു വരിയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലയൻസിന് അവരുടെ അണ്ടർവെയർ കഴുകി കൊടുക്കണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. അതും കൂടെ ചെയ്യണം ഭാര്യമാർക്ക്, വേറെ ഒന്നുമില്ല. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. അവർ പറഞ്ഞ വരിയായത്. അവരുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കും. അവരുടെ സിറ്റുവേഷൻ അല്ല, നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് അത് പറഞ്ഞത്. അമ്മ അപ്പോഴേ പറഞ്ഞത് അച്ഛന്റെ ട്രൗസർ ഇടണ്ടാന്ന്. എന്റെ പേര് മൈത്രേയൻ എന്നാണ്. വിളിച്ചാൽ എന്താ പ്രശ്നം? ഒന്നും സംഭവിക്കത്തില്ല. ഒരു കുഞ്ഞിന് ഫാദർ ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കത്തില്ല. ഒരു അതിന് ഏറ്റവും നല്ല തെളിവാണ് അച്ഛനൊക്കെ അച്ഛനായിട്ടിരിക്കുന്നത്. ഒരു ഫാദറും ആവശ്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം.
ഓ നമുക്ക് കിട്ടുന്ന വെച്ചല്ലേ. ഈ ഒരു സംശയം, പരസ്ത്രീഗമനത്തിന്റെ ശിക്ഷ എന്താണ് ഫാദർ? വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന യുവതി, അത് അന്ന് ഒരു ലീഗൽ കോൺസിക്വൻസ് ഉണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ തന്നെ ഒരു നിയമപരമായ ശിക്ഷകളുണ്ടാകും. എന്തായാലും മോശത്തിന്റെ മുൻപിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ മേരിക്ക് പോലും രക്ഷയില്ലായി. അത് ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. അതെ, ഞാൻ പോകുന്നു. പോരാത്തന്നെ എനിക്ക് നാളെ പിടിപ്പത് പണിയാ. എന്തു പണി? അത് കണ്ടുപിടിക്കില്ല നാളത്തെ പണി.